നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ചിന്തിക്കുവാനായിട്ട് ഒരു വേദഭാഗം വായിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. आज की मनन के लिए हम वचन पढ़ेंगे 1 कुरिन्थियों की पत्री, इसका 1 अध्याय 9 आयत. 1 कुरिन्थियों. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. परमेश्वर सच्चा है जिसने तुमको अपने पुत्र हमारे प्रभु यीशु मसीह की संगति में बुलाया है. കർത്താവിന്റെ ദാസൻ 31-ാം സങ്കീർത്തനത്തിൽ വായിച്ചപ്പോൾ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ സ്പർശിച്ചു. 31वां भजन संगीता जब परमेश्वर के दास पढ़े थे, एक वचन मेरा दिल में आया. അതിന്റെ 15-ാമത്തെ വാക്യത്തിലാണ് उसका 15वां आयत, എന്റെ കാലഗതികൾ നിന്റെ കാലഗതികൾ നിന്റെ കയ്യിൽ. അതെന്നെ വല്ലാതെ സ്പർശിച്ചൊരു വാക്യാണ്. എന്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ആകുന്നു. मेरा जिंदगी आपके हाथ में है. അതിന് ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് ഇങ്ങനെ മൈ ടൈംസ് എന്നാണ്, എൻ്റെ സമയമെന്നാണ്. अंग्रेजी में ऐसे शुरू हो रहा है मेरा समय, माय टाइम्स. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, നമ്മുടെ സമയം നിശ്ചയിക്കുന്നത് ശത്രുവല്ല. एक बात मैं आपसे बोलना चाहूंगा, हमारा समय शैतान योजना नहीं करते हैं. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. विश्वास करने वाला हाथों को उठाकर परमेश्वर की स्तुति कर रहे हैं. വാക്യം എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് നാളുകളായിട്ട് സ്പർശിച്ചൊരു വാക്യമാണ്. उस आयत कई दिनों से मेरा दिल में बातें कर रहा है. നിന്റെ കാലഗതികൾ ദൈവത്തിന്റെ കയ്യിലാണ്. आपके समय परमेश्वर का हाथों में है, ശത്രുവിന്റെ കയ്യിലല്ല. शैतान के हाथ में नहीं है, പീഡിപ്പിക്കുന്നവരുടെ കയ്യിലല്ല. आपको डराने वाले लोगों के हाथ में नहीं है. മോശ പറയുമ്പോൾ എൻ്റെ കാലഗതികൾ ഫറവോന്റെ കയ്യിലല്ല. जब मूसा कहते हैं मेरा समय फिरौन का हाथ में नहीं है. ഇന്ന് ഈ പ്രഭാത സമയത്തിൽ വേദനയോടെ ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളോടൊരു ദൂത് ഞാൻ പറയാം. अगर आज सुबह के समय कोई भी दिल में वेदना के साथ बैठा है तो परमेश्वर के वाणी में बताना चाहूंगा, ശത്രു നിന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും, शैतान आपके बारे में कुछ भी बोले, ഇന്ന് പകൽ പറയാൻ പറ്റിയ ഒരു വാക്യമാണ്, എന്റെ സമയം ദൈവത്തിന്റെ കയ്യിലാണ്. आज बोलने के लिए एक ही वचन है, वो मेरा समय परमेश्वर के हाथ में है. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ എനിക്കുണ്ട്, പക്ഷെ ഞാൻ ആ വാക്യം അവിടെ നിർത്തുകയാണ്. उसमें से कई बातें मैं बोलना चाहता हूँ, लेकिन मैं समाप्त करता हूँ. വായിച്ച വാക്യത്തോട് നീതി പുലർത്തി ചില കാര്യങ്ങൾ നിക്ഷിപ്തമായ സമയത്തിനുള്ളിൽ വേഗത്തിൽ പറയാം. पढ़ा हुआ वचन से कुछ बातें जल्दी में बोलना चाहूंगा. കൊരിന്ത്യ ലേഖനം അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ്. कोरिन्थियों की पत्री एक अच्छा आशीषित एक पत्रिका. പൗലോസിന്റെ മനോഹരമായ ഈ ലേഖനത്തിൽ पौलुस के इस पत्रिका में വളരെ വ്യക്തമായി കൊരിന്തിലുള്ള വിശുദ്ധന്മാരെ ഊന്നിക്കൊണ്ട് പറയുന്ന പ്രസക്തമായ ഒരു വേർഡ്. कोरिन्थ की कलीसिया के लोगों को देखकर स्पष्ट रूप से बोलने वाला परमेश्वर की वाणी है. അവിടെ പറയാണ്, തന്റെ പുത്രനും वहां बताता है നമ്മുടെ കർത്താവുമായ परमेश्वर की पुत्र और हमारे प्रभु യേശുക്രിസ്തുവിന്റെ यीशु मसीह की കൂട്ടായ്മയിലേക്ക് संगति में വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. हमें बुलाने वाला परमेश्वर सच्चा है. ഒറ്റ കാര്യം ദൈവമക്കൾ ശ്രദ്ധിക്കണം, एक ही बात पर आप ध्यान നമ്മളെ दीजिए, വിളിച്ചതാര്, हमें बुलाने वाला कौन है. വിളിച്ചതാരെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, अगर आप अच्छा से जानते हैं कि हमें बुलाने वाला कौन है, ആരെല്ലാം നമ്മളെ മറന്നാലും നമുക്ക് പരിഭവം വേണ്ട. कोई भी आपको भूल जाए लेकिन आप डरना नहीं. ഒരു സ്തോത്രം പറയാമോ ദൈവമക്കൾക്ക്? ദൈവമാണ് നമ്മളെ വിളിച്ചതെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, अगर हम ये अच्छा से जानते हैं कि परमेश्वर ने हमसे बुलाया है, ആരെല്ലാം അവിശ്വസ്തരായാലും कोई भी आपके साथ विश्वासियों ദൈവം നമുക്ക് വിശ്വസ്തനാണ്. परमेश्वर हमारे लिए सच्चा है. ഇന്ന് പകൽ ഈ മുഖവരയിൽ ഞാനിത് തുടങ്ങുമ്പോൾ ദൈവജനത്തോട് പരമാർത്ഥമായി പരിശുദ്ധാത്മാവിൽ പറയുന്നു, हमारा इस सुबह के समय में परमेश्वर के लोगों से सच्चाई से पवित्र आत्मा में भरकर मैं बोलना चाहूंगा. നമ്മളെ സ്നേഹിക്കാമെന്ന് പറഞ്ഞവരും നമ്മളെ കരുതാമെന്ന് പറഞ്ഞവരും നമ്മളെ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞവർ പലരും അവിശ്വസ്തരായിട്ടുണ്ട്. जो लोग अविश्वस्त विश्वास योग्य नहीं रहा, जो हमें बहुत प्यार करेंगे, आपके लिए रहेंगे, आपके लिए खड़ा होगा, वो लोग शायद आपको भूल सकता है. പക്ഷെ ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പറയാം, എന്റെ ദൈവം എനിക്ക് വിശ്വസ്തനാണ്. लेकिन हम मिलकर बोले मेरा परमेश्वर मेरे लिए विश्वास योग्य है. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോട്ടെ. हालेलुया.
ശത്രു നിന്നെ കുറിച്ച് എന്തും പറയട്ടെ, പക്ഷെ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് പറയണം, യഹോവ എനിക്ക് വിശ്വസ്തനാണ്. शैतान आपके बारे में कोई ना कुछ भी बोले, लेकिन आप दिल में दृढ़ होकर बोले परमेश्वर मेरे लिए विश्वासी योग्य है. എന്നെ വിളിച്ചതൊരു സഭയല്ല, എന്നെ വിളിച്ചതൊരു പാസ്റ്ററല്ല, എന്നെ വിളിച്ചൊരു നേതാവല്ല, എന്നെ വിളിച്ചത് ദൈവമാണ് എന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. मुझे कोई पासवान ने नहीं बुलाया है, मुझे कोई कलीसिया नहीं बुलाया है, मुझे कोई नेता नहीं बुलाया, लेकिन आप स्पष्ट से समझिए परमेश्वर ने मुझे बुलाया है. ഇതിന്റെ ചരിത്ര ഭാഗമൊക്കെ പറയാൻ നിന്നാൽ കുറെ സമയം വേണ്ടി വരും. ഞാൻ അതിന് മുതിരുന്നില്ല. इतिहास के बारे में ദൂത് മാത്രം പറഞ്ഞ് എന്റെ വേർഡുകൾ നിർത്തുകയാണ്. ഇത് എഴുതുമ്പോൾ इतिहास के बारे में अगर बोला जाए तो बहुत कुछ बोल सकता है, लेकिन परमेश्वर की वाणी सिर्फ मैं बोलना चाहूंगा. എന്റെ കൂടെ ട്രാൻസ്ലേഷൻ ഉണ്ടെന്നുള്ള ബോധ്യം വരണേ കുറച്ച് സമയം എടുക്കും, എങ്കിലും അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാർക്കാണ് എഴുതുന്നത്. इस पत्रिका परमेश्वर ने कोरिन्थ में जो परमेश्वर के भक्त लोग हैं उनके लिए लिखा है. കുറെ കാര്യങ്ങൾ പൗലോസ് കണ്ടിട്ടാണ് എഴുതുന്നത്. कुछ बातों को देखकर पौलुस ने लिखा है. അതെല്ലാം ആ ഭാഗത്ത് വ്യക്തമാണ്. അവർ കണ്ട കുറച്ച് കാര്യങ്ങൾ, വിഗ്രഹത്തെക്കുറിച്ച്, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണത്തെ കഴിക്കുന്നതിനെ കുറിച്ച്, കൊരിന്ത്യ സഭയിലെ ദുർനടപ്പിനെ കുറിച്ച്, അവരുടെ ഇടയിലെ ഭിന്നിപ്പിനെ കുറിച്ചൊക്കെ കണ്ടിട്ടാണ് പൗലോസ് ഇത് എഴുതുന്നത്. पौलुस ये सब देखा है परमेश्वर की कलीसिया के अंदर जो मूर्ति पूजा है, मूर्ति पूजा में मूर्तियों के लिए समर्पित किया हुआ खाना खाने के बारे में, इस सब बातों को, इस पाप को देखते हुए पौलुस ये बातें लिख रहा है. യെസ്, ഇതെല്ലാം കണ്ടിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളെ വിളിച്ചതാരെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം. ये सब देखते हुए पौलुस बता रहा है आपको किसने बुलाया है उसके बारे में आप अच्छा से जानिए. നിങ്ങൾ ഇപ്പോൾ ആരാണെന്നുള്ള ബോധ്യവും വേണം. आप अभी कौन है करके आप अच्छा से जानिए. ആട്ടെ, ഇനി നമ്മൾ എന്തിനു വിളിച്ചു, എങ്ങോട്ടേക്ക് വിളിച്ചു, എവിടെ നിന്ന് വിളിച്ചു, എപ്രകാരം വിളിച്ചു, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും പറയുന്നില്ല. वहां पर बहुत कुछ बोल सकते हैं. हमें क्यों बुलाया है, कैसे बुलाया है, किस लिए बुलाया है, कब बुलाया है, वो कुछ मैं बोलना नहीं चाहूंगा. എനിക്ക് കുറച്ച് സമയത്ത് നിങ്ങളോട് പറയാനുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, ദൈവം എനിക്ക് എല്ലാറ്റിനും വിശ്വസ്തനാണ്. ये थोड़ी एक क्षण में मैं एक परमेश्वर की वाणी आपको बोलना ये चाहता हूं कि परमेश्वर मेरे लिए विश्वासी योग्य है. ദൈവം നമുക്ക് എന്തിനെല്ലാം വിശ്വസ്തനാണ്. परमेश्वर हमारे लिए कौन कौन बातों के लिए, किस किस बातों के लिए विश्वासी योग्य है. എന്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ ഞാൻ എഴുതിയതിൽ 1-2 പോയിന്റുകൾ മാത്രം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുക. मेरा दिल में जो आया कुछ बातों में से 1-2 बातें आपसे चर्चा करना मैं चाहता हूं. ദൈവം അനുഗ്രഹിക്കട്ടെ. परमेश्वर സന്തോഷമായിട്ടിരിക്കുന്നു? क्या आप സന്തോഷമായിട്ടിരിക്കുന്നു? എനിക്ക് നിങ്ങളുടെ ആരാധന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. आपकी आराधना देखकर मैं बहुत खुश हो गया. നിങ്ങളുടെ ആരാധനയുടെ കുറച്ച് സമയം ഞാൻ കവർന്നതിൽ നിങ്ങളോട് ഞാൻ സോറി പറയാണ്. आपकी आराधना के कुछ समय मैंने छीन लिया, इसलिए मैं आपसे माफी मांगना चाहता हूं. ഓക്കെ, ദൈവം നമുക്ക് വിശ്വസ്തനാണ്. परमेश्वर हमारे लिए विश्वासी योग्य है. എനിക്ക് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യം ഭയങ്കര ഇഷ്ടമാണ്. അതെന്താന്ന് ചോദിച്ചാല്, तिमोथियुस की पत्री में एक वचन मैं बहुत पसंद करता हूं. ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ദൈവത്തിന്റെ സ്വഭാവം ദൈവത്തിന് ത്യജിക്കാൻ പറ്റില്ല. वहां पर कहते हैं परमेश्वर की जो कैरेक्टर है परमेश्वर वो छोड़ नहीं सकते हैं. കണ്ടോ, മനുഷ്യന് സ്വഭാവത്തെ മാറ്റാം, പക്ഷേ ദൈവത്തിന് സ്വഭാവം ത്യജിക്കുവാനായിട്ട് സാധ്യമല്ല. इंसान अपना कैरेक्टर बदल सकता है, लेकिन परमेश्वर अपना कैरेक्टर कभी बदल नहीं सकता है. ആമേൻ. हालेलुया. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ആ ഭാഗത്തെ പോകുന്ന 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. दूसरा तिमोथियों की पत्री में स्पष्ट रूप से लिखा है, आप लोग सब जानते हैं, इसलिए मैं वहां नहीं जाना चाहता. ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്, अभी हम मनन करने जा रहा है ദൈവം നമുക്ക് എന്തിനെല്ലാം വിശ്വസ്തനാണ്. परमेश्वर हमारे लिए किन किन बातों के लिए विश्वास योग्य है. ദൈവം നമ്മൾക്ക് വിശ്വസ്തനാണോ? क्या परमेश्वर हमारे लिए विश्वास योग्य है? പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വിശ്വസ്തനാണോ? क्या परमेश्वर हमारे लिए सच्चा है? ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മളെ സംരക്ഷിക്കുന്നതിൽ ദൈവം നമുക്ക് വിശ്വസ്തനാണ്. पहली बात, परमेश्वर में रखवाली करने में वो विश्वास योग्य है. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം വേഗത്തിലൊന്ന് എടുക്കാം. मत्ती रचित सुसमाचार 14 अध्याय അതിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. उसका 22वां സുപരിചിതമായ വാക്യമാണ്. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വിളിച്ചവരെ പറഞ്ഞയച്ചിട്ട്, जिसको बुलाया है उसको अलविदा किया. യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ മലയിലേക്ക്, यीशु मसीह प्रार्थना करने के लिए पहाड़ पर गया. നിങ്ങൾക്കറിയാം, ആ ഭാഗത്ത് വിളിച്ച് പറഞ്ഞു വിട്ടവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് ഇൻസിഡന്റുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. हमें सब जानते हैं कि बुलाकर अलविदा करने वाले लोगों की जिंदगी में क्या क्या हुआ है, वो चरित्र इतिहास वहां लिखा है. എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ?
क्या क्या हुआ है आप जानते हो? അവർ യാത്ര ചെയ്യുന്ന പടകിൽ वो लोग जब सफर करते हुए इस नाव में പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങി. परेशानियां उनके जिंदगी में आने लगे. ആമേൻ. हालेलुया. പ്രശ്നങ്ങൾ വന്ന് വലയുന്ന ജനം परेशानियों के बीच में फंसे हुए लोग എന്ത് ചെയ്യണമെന്നറിയാതെ നടുക്കടലിൽ കടന്ന് കറങ്ങുമ്പോ क्या करेंगे करके सोचकर हालेलुया उस नाव में वो फंसने वाले लोग ദൈവം ചെയ്ത എന്താ കാര്യം അറിയോ? परमेश्वर വിളിച്ചവരുടെ അടുക്കിലേക്ക് ദൈവം ചെല്ലുക. परमेश्वर ने क्या किया है मालूम है? जिसको बुलाया है उनके पास परमेश्वर जा रहा है. വിശദീകരണം പറയാതെ ഞാനൊരു ചിന്ത ദൈവമക്കളോട് പറയാം. विशुद्धि के बारे में मैं नहीं बोलूंगा. ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ इस परिस्थिति में നീ കിടന്ന് വല്ലാതെ വലയുമ്പോ आप जैसे फंसे हुए हालेलुया समय में ആർക്കും നിന്റെ അടുക്കൽ വരാൻ കഴിയാതിരിക്കുമ്പോ कोई भी आपके पास नहीं जब आ सकते हैं. ഏതു സാഹചര്യങ്ങളുടെ നടുവിലും कोई भी परिस्थितियों के बीच में നിങ്ങളെ വിളിച്ച ഒരുവൻ നിന്റെ പ്രശ്നത്തിന് നടുവിൽ വന്നിരിക്കും. आपके बुलाने वाले एक परमेश्वर आपके परेशानी के बीच में आ जाएंगे. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് विश्वास करने वाले പ്രശ്നങ്ങൾ വലുതാകട്ടെ, परेशानियां कितना भी बड़े हो सकते हैं, പ്രതികൂലങ്ങൾ വലുതാകട്ടെ, प्रतिकूल कितना भी बड़ा हो सकते പക്ഷെ हैं, നിന്നെ വിളിച്ചവൻ അതൊന്നും ഗൗരവമാക്കാതെ लेकिन आपको बुलाने वाला ये इस पे ध्यान नहीं देता നിന്റെ है. അടുക്കൽ വേഗത്തിൽ വരാൻ ദൈവം വിശ്വസ്തനാണ്. आपके पास जल्दी आने के लिए वो विश्वास योग्य है. പ്രഭാത സമയം ദൈവത്തിന്റെ ആത്മാവ് ജനത്തോട് പറയുന്നു, നിന്റെ വലച്ചിലും ഉലച്ചിലും പ്രതികൂലങ്ങളും കാണുന്ന ഒരുവനാണ് നിന്നെ വിളിച്ചതെന്നുള്ള നല്ല ബോധ്യമുണ്ടെങ്കിൽ ആ ദൈവം നിന്നോട് പറയാണ്, ഇതിന് നടുവിൽ ഞാൻ നിനക്ക് വേണ്ടി വരികയാണ്. इस सुबह के समय में आप लोगों से बताना चाहूंगा, आपके परेशानियों के बीच में आपको देखकर आपके पास आने वाला विश्वास योग्य परमेश्वर है करके विश्वास कीजिए. ആമേൻ. വിശ്വസിക്കുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? विश्वास करने वाले परमेश्वर की അവർ स्तुति പറയുന്ന ഒരു करें. കാര്യമുണ്ട്, വിളിച്ചിട്ട് ഞങ്ങളെ ഈ പരുവത്തിലാക്കുന്നവനാണോ ഞങ്ങളുടെ ദൈവം? हमें बुलाकर इस परिस्थिति में छोड़कर जाने वाला है क्या हमारा परमेश्वर? കൊണ്ടുവന്നിട്ട് ഈ ഒരു കെടുതിക്കകത്തിട്ട് തകരുകയാണോ എന്റെ ജീവിതം? मैं बुला के लाया और इस परिस्थिति में मेरा जिंदगी नष्ट हो रहा है क्या? പക്ഷേ കർത്താവ് ഇന്ന് പകൽ പറയുകയാണ്, लेकिन परमेश्वर आज सुबह ये बता रहा ഇല്ല है, കുഞ്ഞെ, ഞാൻ നിന്നെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചെങ്കിൽ, എന്റെ ഫെലോഷിപ്പിലേക്ക് ഞാൻ നിന്നെ വിളിച്ചെങ്കിൽ ഇവിടെ നീ തകരാൻ ഞാൻ അനുവദിക്കുന്ന ദൈവമല്ല. नहीं प्रियो, अगर मेरे संगति में मैंने आपको बुलाया है तो इधर आप नष्ट नहीं होगा, आपका जिंदगी खत्म नहीं होगा. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ വളരെ സ്നേഹത്തോടെ ഇടപെടുന്നു. किसी से पवित्र आत्मा बड़ी प्यार से बातें कर रहा നിന്നെ है. വിളിച്ചവർ നിന്റെ അടുക്കൽ ഇല്ല, आपको बुलाने वाला आपके पास नहीं നിന്നെ है, സ്നേഹിച്ചവൻ നിന്റെ അടുക്കൽ ഇല്ല, प्यार करने वाला आपके पास नहीं പക്ഷെ है, നിന്നെ പേര് ചൊല്ലി വിളിച്ചവൻ നിന്റെ അടുക്കലുണ്ട്. लेकिन आपको नाम से पुकारने वाला आपके पास है. അവനത്രേ ഞാനും നിങ്ങളും സ്നേഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. वही है हम सब प्यार करने वाला प्रभु यीशु मसीह. സങ്കീർത്തനത്തിൽ പറയുന്നൊരു വേടുണ്ട്, वचन संहिता में एक वचन इस प्रकार ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ കണ്ട ഒരു ദൈവമുണ്ട്. ആമേൻ. आपके माँ के पेट में आपको देखने वाला ഈ परमेश्वर. പകലിൽ നിന്നെ കാണുന്ന ഒരു ദൈവം നിന്നോട് പറയുകയാണ്, വിളിച്ചത് ഞാനാകട്ടോ, ഈ കടലിൽ മുങ്ങി താഴാൻ ഞാൻ അനുവദിക്കത്തില്ല. आपको देखने वाला परमेश्वर इस प्रकार कहता है, बुलाने वाला मैं हूँ, आप इस समुद्र में डूब न जाएंगे, ഇതിനകത്ത് മുങ്ങി താഴാൻ ഞാൻ അനുവദിക്കത്തില്ല. आप डूब नहीं जाएंगे. നിന്റെ ജോലിയുടെ പ്രശ്നമായിരിക്കാം, शायद आपके नौकरी में നിന്റെ परेशानी കുടുംബത്തിന്റെ होंगे, വിഷയമായിരിക്കാം, परिवार में परेशानियां होंगे, നിന്റെ ഏതൊക്കെയോ സാഹചര്യങ്ങളായിരിക്കാം. आपके परिस्थितियां में आपके खिलाफ होंगे. ഒറ്റയ്ക്ക് നീ ഇതിനകത്ത് കിടന്ന് കുഴഞ്ഞു മറിയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, വിളിച്ച ഞാൻ നിന്റെ കൂടെ ഉണ്ട് കേട്ടോ. आप शायद अकेले होंगे, लेकिन परमेश्वर बुलाने वाला कहता है, मैं तेरे पास हूँ. തുഴഞ്ഞിട്ടും ക്രമീകരണങ്ങൾ നടത്തിയിട്ടും ഒന്നും മുൻപോട്ട് പോകാൻ സാധ്യമാകാതെ നീ കിടന്ന് വലയുമ്പോൾ അവൻ നീ കാണാത്ത ഒരുവൻ നിന്റെ അടുക്കലേക്ക് ഓടിയെടുക്കുകയാണ്. इतना भी कोशिश करने के बाद भी अगर आगे आप बढ़ नहीं पा रहा है तो आपको बुलाने वाला, आपको देखने वाला परमेश्वर आपके साथ है. അങ്ങനെയാണെങ്കിൽ ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കുന്നതിൽ വിശ്വസ്തനാണ്. ऐसा है तो परमेश्वर अपना लोगों को संभालने में, रखवाली करने में विश्वासी योग्य है. സഭ പ്രാർത്ഥിക്കുന്നവർ, വിളിച്ചു വാർതിരിക്കപ്പെട്ടവർ, അവരോട് ദൈവാത്മാവ് പറയാ, വിളിച്ച ഞാൻ നിനക്ക് വിശ്വസ്തനാണ്. कलीसिया प्रार्थना करने वाला, बुलाकर अलग किए हुए लोगों को परमेश्वर कहता है, ओ आपके लिए मैं विश्वास योग्य हूँ. ആ വേടവിടെ നിർത്തുകയാണ് ഞാൻ. അതിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്.
वहां पर बहुत ദാനിയേലിന്റെ പ്രവചനത്തിൽ ഒരു വാക്കും കൂടെ ഞാൻ പറയാം. दानियेल की पुस्तक में से एक वचन में बताना 6-ാമത്തെ चाहूंगा. അധ്യായം 6 आयत, അതിന് 20-ാമത്തെ വാക്യം ഒന്ന് ശബ്ദമുയർത്തി വായിച്ചാൽ. 20-ാമത്തെ വാക്യം. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ യെസ്, അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. ആ വാക്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ये वचन मैं बहुत पसंद करता हूँ. ഗുഹയുടെ അരികെ എത്തിയപ്പോ जब राजा गुहा के निकट आया, അവൻ അവൻ ദുഃഖശബ്ദത്തോടെ ദുഃഖശബ്ദത്തോടെ तब शोक भरी वाणी से ദാനിയേലിനെ വിളിച്ചു. दानियल को बुलाया. എന്താ പറഞ്ഞെന്നറിയോ? उसने क्या कहा मालूम है? രാജാവ് ദാനിയേലിനോട് സംസാരിച്ചത് ജീവനുള്ള, നിങ്ങൾ ആ വേർഡിനൊരു വരയിടണം. उस शब्द में आप अंडरलाइन कीजिए. എനിക്കത് പറയുമ്പോൾ എന്റെ ശരീരം കോരിത്തരിക്കുക. ദാരിയാവേശ് രാജാവ് പറഞ്ഞത് ജീവനുള്ള ദൈവത്തിന്റെ, നമ്മൾ ആരുടെ മക്കളാന്നൊരു ബോധ്യമാണ് കേട്ടോ. हम किसके संतान है, ये ध्यान से सुनिए. दारियावेश ने बोला, हे जीवित परमेश्वर के दास. ഇവിടെ ഇരിക്കുമ്പോ നീ ആരെ സേവിക്കുന്നുള്ള ബോധ്യമാണ് കേട്ടോ. यहाँ पर बैठे हुए आप किसकी पूजा करते हैं, आराधना करते हैं. നിയമങ്ങളും നിനക്കെതിരായാലും सारे कानून शायद आपके खिलाफ हो सकते നിന്നെ हैं, വിളിച്ച ദൈവം വിശ്വസ്തനായി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ लेकिन आपको बुलाने वाला परमेश्वर विश्वास പ്രതികൂലത്തിന്റെ നടുവിലും किसी भी प्रतिकूल के बीच में നിന്നെ രക്ഷിപ്പാൻ ദൈവം ഇറങ്ങും കേട്ടോ. वो छुड़ाने के लिए उतर कर आएगा. എനിക്കറിയാം ഇതിന് കുറെ വിശദീകരണം ഞാൻ തരുന്നില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ചില വാക്കുകൾ ചില ഹൃദയങ്ങളെ സ്പർശിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ज्यादा बात में इसमें नहीं कर रहा है. രാജാവിന്റെ ചോദ്യം കേട്ടോ. क्या राजा का सवाल आपने सुना? ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, हे जीवित परमेश्वर के दास दानियेल. ഒരുമിച്ച് പറഞ്ഞേ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ. അടുത്ത വാക്കുണ്ടോ? നീ ഇടവിടാതെ എന്ത് പ്രശ്നം വരുമ്പോഴും നീ ഇടവിടാതെ സേവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. कोई भी परिस्थिति के प्रतिकूल के बीच में आप पूजा करने वाला परमेश्वर आज है करके मैं विश्वास करता हूँ. ആ നല്ല ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. जानने वाला लोग परमेश्वर की स्तुति कर रहे हैं. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നീ കേൾക്കാത്ത ഒരു ദൈവത്തെയല്ല, കാണാത്ത ഒരു ദൈവത്തെയല്ല, അറിയാത്ത ഒരു ദൈവത്തെയല്ല, നിന്നെ വിളിച്ചവന്റെ ഒരു പ്രത്യേകതയാണ്, അവൻ ജീവനുള്ള ദൈവമാണ്. हमारा परमेश्वर की खासियत है, वो जिंदा परमेश्वर है. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വാക്യങ്ങൾക്ക് എന്തിനാ വിശദീകരണം തരുന്നത്? രാജാവിന്റെ ആദരത്തിൽ നിന്ന് വന്ന ഒരു പദമാണ് ജീവനുള്ള ദൈവത്തിന്റെ ദാസനേ ദാനിയേലേ. एक राजा का मुंह से निकला हुआ एक शब्द है, हे जीवित परमेश्वर के दास दानियेल. ഈ പകൽ ദൈവാത്മാവ് നിങ്ങളോട് ഈ വചനത്തിലൂടെ ഒരു ചെറിയ ചിന്ത കൈമാറുന്നു. इस सुबह परमेश्वर ये वचन के जरिए आपसे बात कर रहा है. ദാനിയേലിനെ ഗുഹയിലേക്ക് ഇടുമ്പോൾ തന്നെ जब दानियल को जो गुहा में जब डाला गया था, വാ വിളർന്നു നിൽക്കുന്ന സിംഹങ്ങളുടെ വായ അടച്ചിട്ട് मुंह खोलकर खड़े हुए सिंहों के मुंह को बंद करने वाले സംരക്ഷകൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ ദാസനാകട്ടോ സിംഹമേ. रखवाली करने वाला परमेश्वर ने बोला, ये मेरा दास है. ഞാൻ വേറൊന്നുകൂടെ പറയുന്നില്ല, ഈ സിംഹത്തോട് കർത്താവ് പറയാ, ഇത് എന്റെ ദാസനാകട്ടോ. सिंह से परमेश्वर कहता है, ये मेरा दास है. നിനക്ക് ഇവനെ വിഴുങ്ങാൻ പറ്റുകയില്ല കേട്ടോ. आप इसको खा नहीं पाओगे. ഈ പ്രതികൂലത്തിന് ഇവനെ വിഴുങ്ങാൻ പറ്റുകയില്ല കേട്ടോ. प्रतिकूल को आप कदम नहीं कर ഞാൻ അവന്റെ സംരക്ഷകനാണ്. मैं उसका रखवाली करने वाला है. വിശ്വസിക്കുന്നവർ ആചാരം തുറന്നൊരു സ്തോത്രം പറ. हालेलुया. എവിടെങ്കിലുമൊക്കെ തകരുമെന്ന് ഇന്ന് രാവിലെ നീ പറയുന്നെങ്കിൽ നിന്നോടാണ് ദൈവത്തിന്റെ ആലോചന. ഇല്ല, നീ തകരത്തില്ല. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനായി നിന്റെ കൂടെ ഉണ്ട് കേട്ടോ. शायद बोलते होंगे कि सब कुछ कदम है, इधर खलास हो गया है, लेकिन वचन हालेलुया बुलाने वाला कहते हैं कदम नहीं होगा. എവിടെയൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തൊട്ടുകൊണ്ട് പറയുന്നു, നീ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. पवित्र आत्मा कहते हैं आप आराधना करने वाला परमेश्वर जिंदा परमेश्वर है. വിളിച്ചവൻ ജീവനുള്ളവനാണ്. बुलाने वाला जिंदा परमेश्वर है. നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ജോലിയിൽ, നിന്റെ ഏനി പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന സാഹചര്യങ്ങളെ നോക്കി കർത്താവ് പറയുന്നു, ഞാൻ ജീവനുള്ളവനായി നിന്റെ കൂടെ ഉണ്ട് കേട്ടോ. आपके परिस्थितियों के बीच में, प्रतिकूल में, आपके परिवार में जो भी प्रतिकूल होता है, तो परमेश्वर जो जिंदा खुदा कहता है, मैं जीवित हूँ. യെസ്, കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് हाथों को उठाकर परमेश्वर की स्तुति करें. എനിക്കറിയാം നിങ്ങൾക്ക് ഇത് പ്രയോജനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇനി അടുത്ത ഒരു ഭാഗം കൂടെ അവിടെ തന്നെ വായിക്കാം. അവിടെ തന്നെ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന
നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് എത്ര പേർക്ക് ഇന്ന് പകൽ പറയാൻ കഴിയും ജീവനുള്ള ദൈവം എന്റെ ദൈവമാണ്? कितने लोग आज बोल सकते हैं मेरा परमेश्वर वो जिंदा खुदा है? എത്ര പേർക്ക് പറയാൻ പറ്റും എന്റെ ദൈവം ജീവനുള്ളവനാണെന്ന്? कितने लोग बोल सकते हैं मेरा खुदा वो जिंदा है? തിരിച്ചു പറ, എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. बोलिए मेरा परमेश्वर जिंदा खुदा है. ദൈവം ഈ ദിവസങ്ങൾ ഇടപെടാൻ പോവുക കേട്ടോ. किसी के बातों में परमेश्वर काम करने जा रहा है. നിന്റെ ആ പ്രശ്നത്തിൽ ദൈവം ഇടപെടാൻ പോവുക. आपके प्रतिकूल के കാരണം നിന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. परमेश्वर जिंदा खुदा है. റബല ശദര ഹടഗജനഗതിയാന. ദാനിയേലേ, നിന്നെ വിളിച്ച ദൈവം ജീവനുള്ള ദൈവമാണ് കേട്ടോ. दानिയേൽ आपको बुलाने वाला परमेश्वर जिंदा परमेश्वर है. 22 വാക്യം, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്. 22 വാക്യം, സിംഹങ്ങൾ, അതെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്. सिंहों ने मुझे कोई हानि नहीं की, എന്റെ ദൈവം इसलिए मेरा परमेश्वर തന്റെ ദൂതനെ അയച്ച് अपने दूतों को भेजकर അതിന്റെ വായ അടച്ചു കളഞ്ഞു. उसके मुंह को बंद कर दिया. അപ്പൊ നിന്റെ ദൈവം സംരക്ഷകനാണോ? क्या आपका परमेश्वर रखवाली करने वाला है? അതിന്റെ വായ അടച്ചാൽ അതിന് തുറക്കാൻ പറ്റില്ല കേട്ടോ. किसी का मुंह अगर बंद പറയുമ്പോൾ എന്റെ ഹൃദയത്തിൽ കൂടെ ഒരുപാട് വാക്യങ്ങൾ ഓടിപ്പോവുകയാണ്. किसी का मुंह अगर परमेश्वर बंद करेगा तो खोल नहीं सकता है. ദൈവം അടച്ചതിന് ഒരു മനുഷ്യനും തുറക്കാൻ പറ്റുകയില്ല കേട്ടോ. परमेश्वर बंद किया तो कोई भी इंसान वो खोल नहीं सकता है. കാര്യാവശം നീ ദാനിയേലിനെ വിഴുങ്ങാൻ ഒരു സിംഹത്തെ സെറ്റപ്പ് ചെയ്താൽ, हे राजा दारियावेश, आप दानियल को कदम करने के लिए कि सिंह शायद तैयार किया होगा. അതിന്റെ വായ ദൈവം അടച്ചാൽ വേറൊരുത്തനും തുറക്കാൻ പറ്റില്ല. अगर उसके मुंह को परमेश्वर बंद किया तो कोई भी उसको खोल नहीं सकता है. റെവലേഷൻ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യം അങ്ങനെ തന്നെയല്ലേ, ആരും അടയ്ക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ അടയ്ക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. ആമേൻ. प्रकाशित वाक्य में ऐसे वचन है, कोई भी खोल नहीं सकता है ऐसे बंद करते हैं, कोई भी बंद नहीं कर सकते हैं ऐसे खोलते हैं. ദൈവം അടച്ചാൽ ഒരുവനും അതിനെ തുറക്കാൻ പറ്റില്ല. परमेश्वर बंद करेगा तो कोई भी खोल नहीं सकता है. എവിടെ അടച്ചെന്നറിയാമോ? परमेश्वर कहाँ बंद किया? വിഴുങ്ങാൻ നിൽക്കുന്ന സിംഹത്തിന്റെ വായ ദൈവം അടച്ചു. अब खाने के लिए मुंह खोलकर खड़े हुआ सिंह का मुंह को परमेश्वर ने बंद ഇന്ന് किया. പകൽ നിനക്കെതിരെ വരുന്ന സകല പ്രശ്നത്തിന്റെയും വാതിലുകളെ അടച്ച് നിന്നെ സുരക്ഷിതനാക്കി പുറത്തു കൊണ്ടുവരാൻ ജീവനുള്ള ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ആ കാരം അടിച്ച് ദൈവത്തിനൊരു മഹത്വം കൊടുക്കുക. आज के दिन आपको कदम करने के लिए जो प्रतिकूल खड़ा है उसको बंद करके आपको रखवाली करेंगे परमेश्वर. विश्वास വിശ്വസിക്കുന്നവർ കാരം അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. हालेलुया. ഈ സമയം ദൈവാത്മാവ് പറയുന്നു, ചില വായ അടച്ച് നിനക്കെതിരെ വിഴുങ്ങാൻ നിൽക്കുന്ന ചില വായകളെ അടച്ച് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ചലിക്കുന്ന ദിവസങ്ങളും മാസങ്ങളുമാണിത്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ നിന്ന് ചാലിച്ചിട്ട് പറ, എന്റെ ദൈവം എന്റെ സംരക്ഷകനാണ്, എന്റെ ദൈവം എന്റെ സംരക്ഷകനാണ്, എന്റെ ദൈവം എന്റെ സംരക്ഷകനാണ്. എന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന സിംഹങ്ങളുടെ വായ അടയ്ക്കാൻ എന്റെ ദൈവം എനിക്ക് സംരക്ഷകനാണ്. विश्वास करने वाला मुंह से बोलिए कि मेरा परमेश्वर मेरा रखवाली करने वाला है, मुझे सुरक्षित रखने वाला है. നിങ്ങൾ നോക്കിയ ആ വാക്യത്തിന്റെ അടുത്ത ഭാഗം നോക്കി, 23 വാക്യം. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. 23वां आयत देखिए, तो राजा ने बहुत आनंदित होकर, അത് മൈക്കിലൂടെ വായിച്ചു വേണമെങ്കിൽ. ഗുഡ്. 23. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേട് പറ്റിയതായി എന്നാ പ്രശ്നം വന്നാലും വിളിച്ചവനെ വിശ്വസിച്ചോണം കേട്ടോ. 23वां आयत है, कुछ भी परेशानी आपकी जिंदगी में आ जाए लेकिन आप बुलाने वाले पर भरोसा रखिए. ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. जीवित परमेश्वर पर भरोसा रखने वाला कोई भी लज्जित नहीं होंगे. റോമാലേഖനം വ്യക്തമായിട്ട് പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകില്ല. रोमियों की पत्री में स्पष्ट रूप से बताया है, उस पर भरोसा रखने वाले कोई भी लज्जित ना होंगे. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും. इब्रानियों की पत्री में कहते हैं നല്ല വാക്യങ്ങൾ അല്ലേ? परमेश्वर के निकट जो आता है वो विश्वास करे कि परमेश्वर है. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് താൻ പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതാണ്. परमेश्वर के चरणों में जो आता है वो विश्वास करे कि परमेश्वर है और उसको पुकारने वालों को आशीष देते हैं.
ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, നിന്നെ വിളിച്ച ദൈവത്തിൽ നീ വിശ്വസിച്ചാൽ നിന്നെ ഒരിക്കലും തള്ളിക്കളയുന്നവനല്ല അവൻ. मेरी आत्मा में एक बात बोलो, आपको बुलाने वाले पर अगर भरोसा रखोगे तो वो आपको कभी नहीं त्यागेगा, कभी नहीं छोड़ेगा. ഇവിടെ രാജാവ് പറഞ്ഞുണ്ടോ, ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവൻ യാതൊരു കേടും നിനക്ക് വരുത്തിയില്ല. भविष्यवक्ता ने कहा, मैं परमेश्वर पर भरोसा किया इसलिए मेरे को कोई हानि नहीं हुआ. അപ്പോൾ നിന്നെ വിളിച്ചവൻ നിന്നെ സംരക്ഷിക്കുവാൻ ശക്തിയുള്ള ദൈവമാണ്. നിങ്ങൾ ഇരിക്കുമ്പോൾ അടുത്ത വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കണം. പക്ഷെ അവിടെ ഞെട്ടിക്കുന്നൊരു സംഭവമുണ്ട്. ആരവരെ തകർക്കാൻ നോക്കിയോ അവരെ പിശാച് തകർത്തു കളഞ്ഞു. वहां पर आगे के आयतों में ये देखने को मिलते हैं, उसको खत्म करने के लिए कोई भी अगर कोशिश कौन किया है उसको परमेश्वर ने नाश कर ഒരു दिया. ഭക്തനെതിരെ ആര് തിരിഞ്ഞാലും ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? ദൈവത്തിന് സ്തോത്രം. परमेश्वर के खिलाफ, परमेश्वर के भक्तों के खिलाफ कोई भी खड़े रहे तो परमेश्वर अगर आपके लिए है तो आपके लिए कोई भी आपके खिलाफ नहीं हो सकता. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് അർപ്പിക്കുന്നു, നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നതിൽ വിശ്വസ്തനാണ്. मैं परमेश्वर की आत्मा में मैं एक बात बोलूंगा, आपको बुलाने वाला परमेश्वर आपको सुरक्षित रखने, आपको रखवाली करने के लिए विश्वास योग्य है. ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. इसराइल लोगों से परमेश्वर ने एक बात कहते ഞാൻ हैं, നിനക്ക് പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി നിന്നോട് കൂടെ വരുന്നൊരു ദൈവമാണ്. दिन और रात में मैं आपके साथ साथ संग संग चलने वाला परमेश्वर हूँ. അങ്ങനെയെങ്കിൽ നിന്റെ കൂടെ ആരുമില്ല എന്ന് നിനക്ക് തോന്നലുണ്ടായി നീ തകരരുത്. മറിച്ച് പറയേണ്ട ഒരു സത്യമുണ്ട്, എന്നെ വിളിച്ചവൻ മേഘസ്തംഭമായി അഗ്നിത്തൂണായി എന്റെ കൂടെ എപ്പോഴും വരുന്നവനാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. अब ये बात सोचकर नाराज मत हो जाइए कि मेरे पास मेरे साथ कोई नहीं है, लेकिन आपके बुलाने वाला परमेश्वर आपके संग संग चलने वाला खुदा है. 2-3 കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. एक बात और बोलकर मैं आपके लिए प्रार्थना करना എന്ത് चाहता നിങ്ങൾക്ക് हूं. മനസ്സിലാകുന്നു? വിളിച്ച ദൈവം വിശ്വസ്തനാണോ? बुलाने वाला परमेश्वर विश्वास ദാനിയേലിന്റെ योग्य है. കാര്യവും പൗലോസിന്റെ കാര്യവും ജനത്തിന്റെ കാര്യവും ഇസ്രായേൽ ജനത്തിന്റെ കാര്യവും പറഞ്ഞാൽ നമുക്കെന്നാ? दानिएल के, पौलुस के और इस्राएल लोगों के बारे में बोलेगा तो हमारे लिए क्या है? ഇതെല്ലാം കൂടെ കുറിച്ചു വെച്ചോണ്ട് ഒറ്റ കാര്യം പറയണം, എന്നെ വിളിച്ചവനും വിശ്വസ്തനാ. ये सब देख करके एक बात बोलना है कि मुझे बुलाने वाला विश्वासी योग्य है. അവരെ വിളിച്ചവനാണ് എന്നെ വിളിച്ചത്. ദൈവത്തിന് സ്തോത്രം. उनको बुलाने वाला वही परमेश्वर मुझे भी बुलाया है. 2 തെസ്സലോനിക്ക ലേഖനത്തിലേക്കൊന്ന് വരാം. दूसरा തെസ്സലോनियों की पत्री 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. तीसरा अध्याय 3री आयत 3-ന്റെ 3-ാമത്തെ വാക്യം. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് മതിയല്ലോ. ദുഷ്ടന്റെ കയ്യിൽ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. परंतु प्रभु सच्चा है, वो तुम्हें दृढ़ता से स्थिर करेगा और उस दुष्ट से सुरक्षित रखेगा. തിമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, जब तीमुथियुस को पत्र लिखते हैं तो पौलुस कहते हैं, കർത്താവ് വിശ്വസ്തനാണ്. परमेश्वर सच्चा है. ഇന്ന് പകൽ തിരിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് ചോദിക്കുക, നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത ഉണ്ടോ? अब उल्टा सोचिए, क्या हमारा जीवन में सच्चाई और विश्वास योग्यता है? വിശ്വസ്തരാണോ നമ്മൾ? क्या हम सच्चा है? ഈ പ്രസംഗിക്കുന്നത് എന്നോട് ചോദിച്ചാൽ ഞാനൊരു കാര്യം പറയും, 100 കൂട്ടം അവിശ്വസ്തത നമ്മളിലുണ്ട്. प्रचार करने वाला मुझसे पूछेगा तो भी हाँ कई गुना, പക്ഷെ എന്റെ ദൈവം എനിക്ക് ഇതുവരെ അവിശ്വസ്തനായിട്ടില്ല. लेकिन आज तक मेरा परमेश्वर मेरे जिंदगी में विश्वास योग्य है. 12-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറയുന്നു. 12वां भजन संहिता में इस प्रकार वचन है, ओ प्रभु जी हमें रक्षा कीजिए, हालेलुया. विश्वास योग्य सच्चा लोग इंसान में कम होते जा रहा है. ആത്മീയ ലോകത്തിൽ വിശ്വസ്തന്മാർ കുറവാണ്. आज के आत्मिक दुनिया में सच्चा लोग कम होते जा रहा है. നമ്മളിലും വിശ്വസ്തത കുറവാണ്. हमारे अंदर भी सच्चाई कम होते जा रहा है. എന്നാൽ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, കർത്താവ് വിശ്വസ്തനാണ്. लेकिन पौलुस थिस्सलुनीयों को जो पत्र लिखते हैं कहते हैं, परंतु प्रभु सच्चा है. പറയാൻ അവൻ നിങ്ങളെ ഉറപ്പിച്ച് वो तुम्हें दृढ़ता से ദുഷ്ടന്റെ കയ്യിൽ നിന്ന് അകപ്പെടാതെ വണ്ണം കാക്കും. स्थिर करेगा और उस दुष्ट से सुरक्षित रखेगा. നമ്മളെപ്പോഴും മനസ്സിൽ പറയുന്നൊരു വാക്യമുണ്ടല്ലോ, 91-ാം സങ്കീർത്തനത്തിൽ, എന്താ, എന്റെ വശത്ത് 1000 പേരും എന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും നമ്മുടെ വല്ല ബലം കൊണ്ടാണോ നമ്മൾ അതിനകത്ത് പെടാത്തെ?
हम हमेशा कहते रहते हैं 91 भजन संगीत का भजन, मेरे दाहिने 1000 और 10,000 लोग गिरेंगे लेकिन वो मेरे पास नहीं आएगा. നിന്നെ കാക്കുവാൻ വിശ്വസ്തൻ നിന്നോട് കൂടെയുണ്ട്. हमारा कोई खासियत खूबी नहीं है लेकिन സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, അവൻ നിന്റെ പരിപാലകൻ, അവൻ നിനക്ക് തണൽ, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി നിന്റെ കൂടെ വരുന്നൊരു വിശ്വസ്തൻ. भजन संगीता में हम पढ़ते हैं, हमें विश्वास, हमें आराधना करने वाला, हमें सुरक्षित रखने वाला परमेश्वर कभी नहीं सोता है, वो विश्वास योग्य है, हमें रखवाली करते हैं. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 23 മുതൽ ഉള്ള വാക്യം കൂടെ ഒന്ന് വായിക്കാം. पहला തെസ്സലോനിയ 5 का 23 से पढ़ेंगे. पहला തെസ്സലോനി 5 का 23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അടുത്തത്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. പറഞ്ഞൊരു പദമാണ് ഇവിടെ പറയുന്നത്. शुरुआत में एक शब्द बोला था, वही शब्द यहाँ पर बता रहा है. വിളിച്ചവരോട് പറയുകയാണ്, जो बुलाने वाले लोगों से कहते हैं, ആത്മാവ്, പ്രാണൻ, ദേഹം, आत्मा, प्राण और देह, അശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം हमारे प्रभु यीशु मसीह के आने तक पूरे और निर्दोष सुरक्षित रहे, കാക്കപ്പെടുമാറാകട്ടെ, सुरक्षित रहे. എന്നിട്ട് അടുത്ത വാക്യം കണ്ടോ, और आगे कहते हैं, നിങ്ങളെ വിളിക്കുന്നവൻ, എല്ലാത്തിനും വരയിട്ട ദൈവമക്കളെ, വിളിക്കുന്നവൻ, तुम्हारे बुलाने वाला, നിങ്ങളെ വിളിച്ചത് ഒരു പ്രത്യേക ഒരു വ്യക്തിയല്ല, आपको कोई നിങ്ങളെ വിളിച്ചത് ജീവനുള്ള ദൈവമാണ്. कोई इंसान आपको नहीं बुलाया है, बल्कि जिंदा खुदा आपको बुलाया है. എത്ര പേർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും? എത്ര വർഷമായി എന്ന് എനിക്കറിയില്ല, പക്ഷേ എത്ര വർഷമാണെങ്കിലും അഭിമാനത്തോടെ പറയാൻ എത്ര പേരുണ്ട്? എന്നെ വിളിച്ചത് ദൈവമായതുകൊണ്ട് ദൈവം എനിക്ക് വിശ്വസ്തനാണ്. खुशी के साथ, दृढ़ता के साथ कितने लोग बोल सकते हैं, मुझे बुलाने वाला सच्चा परमेश्वर. അതുകൊണ്ടല്ലേ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടും, വേദനകളൊക്കെ വന്നിട്ടും, ഒറ്റപ്പെടുത്തലുകളൊക്കെ വന്നിട്ടും, എന്തൊക്കെ വിഷയങ്ങൾ വന്നിട്ടും തകരാതെ നിൽക്കുന്നത് ദൈവമല്ലേ നിന്റെ കൂടെ ഉള്ളത്? इसलिए मेरा जिंदगी में कई सारे प्रतिकूल परेशानी आया, लेकिन मैं कदम नहीं हुआ क्योंकि परमेश्वर मेरे संग है. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോട് പറയണം, എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. ऐसा है तो विश्वास के साथ बोले, അവൻ എന്നെ സംരക്ഷിക്കുവാൻ ശക്തനാണ്. मुझे बुलाने वाला सच्चा है, वो मुझे सुरक्षित रखेगा. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് നാം പ്രാർത്ഥിക്കാം. एक बात और बोलकर हम प्रार्थना करने जा रहा है. വിളിച്ചവൻ നമ്മളോട് പറയുകയാണ്, ഞാനാണ് നിന്നെ വിളിച്ചതെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരും. बुलाने वाला हमें कहते हैं, अगर मैं तुम्हें बुलाया है तो तेरी प्रार्थना को मैं उत्तर दूंगा. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. हमारा प्रार्थना सुनने वाला एक परमेश्वर है. 143 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം. भजन संगीता 143 उसका पहला आयत है. 143 1-ാമത്തെ വാക്യം. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരണമേ. നിന്റെ വിശ്വസ്തത, എന്തൊരു വാക്യല്ലേ. यहोवा मेरी प्रार्थना सुन, मेरी गिड़गिड़ाने की ओर कान लगा. ഇതെല്ലാം കൂടെ ഒന്ന് ഓർഡറാക്കി സംസാരിക്കാൻ ഒരുപാട് സമയം വേണം. അതുകൊണ്ടാണ് ഓടിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ പറഞ്ഞത്. मैं जल्दी जा रहा हूं क्योंकि बहुत समय चाहिए. എന്താണ് വാക്യം വായിച്ചത്? ഒന്നുകൂടെ भजन पढ़िएगा. യഹോവേ, ഡിസ്പ്ലേ ഉണ്ടെന്ന് എനിക്കറിയാം. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരണമേ. ചെവി തരുവോ? അടുത്തത്, നിന്റെ വിശ്വസ്തതയാലും. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഇരുന്നപ്പോൾ ചിന്തിച്ചു, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ചെവി തരാൻ ദൈവം ആരാ? मैं एक बार ऐसे सोचा, जब मैं प्रार्थना करते समय मेरा प्रार्थना सुनने के लिए परमेश्वर कौन है? വല്ലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? क्या कभी आपने सोचा? ഞാൻ വിളിക്കുമ്പോഴത്തേന് ചെവിയും കൂട്ടി ചായച്ചോണ്ട് വരാൻ ദൈവം ഒരു സാധാരണ മനുഷ്യനാണ്. जब मैं बुलाता है तो कान लगाकर सुनने के लिए परमेश्वर क्या है? एक आम आदमी है. എന്താ കാര്യം എന്നറിയോ? क्या वजह क्या है मालूम है? ദൈവം ചെവി ചായക്കുന്നത് क्यों लगाते हैं? वजह क्या है? നിന്നെ വിളിച്ചത് അവനായതുകൊണ്ടാ. क्योंकि आपको बुलाने वाला वो है, इसलिए. എന്തൊരു വാക്യങ്ങളല്ല. എനിക്ക് കുറെ വാക്യങ്ങൾ വായിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. मैं आप लोग से प्रार्थना करने जा रहा हूं. ഒറ്റ വീട് ഹൃദയത്തിൽ കയറിയാൽ മതി. एक ही शब्द आपके हृदय में आना चाहिए. एक ही शब्द. ഈ കൂട്ടായ്മയിലേക്ക്, इस संगति में എന്നെ വിളിച്ച ദൈവം, मुझे बुलाने वाला परमेश्वर, എനിക്ക് വിശ്വസ്തൻ, वो सच्चा है. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ എന്നെ എപ്പോഴെങ്കിലും വെച്ച് കണ്ടാൽ നിങ്ങൾ ഈ പദം ഓർക്കണം. ആ പാസ്റ്റർ അവിടെ വന്നപ്പോൾ പറഞ്ഞൊരു വാക്യാണ്, എന്നെ വിളിച്ചവൻ ഈ കൂട്ടായ്മയിലേക്ക്. ഏത് കൂട്ടായ്മ? ഇമ്മാനുവേൽ ഈ ചർച്ചിലേക്ക്? നോ, ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക്. मुझे बुलाने वाला परमेश्वर. कोई ഞാനൊരു സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത്, എനിക്കറിയാം. ഞാൻ ഒരു സംഘടനയുടെ വക്താവല്ല. എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. मुझे बुलाने वाला परमेश्वर है. ഒരു ദൈവസഭയിലാണ് നമ്മളെല്ലാവരും.
हम सब कलीसिया के भाग ഞാൻ हैं। നിങ്ങളോട് ഒരു ദൈവിക ചിന്ത പറയാം. मैं एक सोच आपसे बताना ഈ चाहूंगा, തോട്ടത്തിലേക്ക് ദൈവമാണ് നമ്മളെ വിളിച്ചതെങ്കിൽ इस बगीचा में परमेश्वर ने ആവശ്യമുള്ളതെല്ലാം ദൈവം തരാൻ വിശ്വസ്തനാണ്. हमारे सारे जरूरतों को पूरा करने के लिए विश्वास योग्य ഞാൻ ഈ है। രാജ്യത്തിൽ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചല്ല. मैं इधर आएगा करके कभी नहीं सोचा था। അതുകൊണ്ട് नहीं सोचा था। ഫസ്റ്റ് പ്രോഗ്രാം നിങ്ങളെ കാണാൻ പറ്റും. इसलिए पहला मीटिंग में आप लोग से मिलने के लिए मौका അതിന് मिला। ഈ റജിപ്പാസ് ഒരു അവസരം ഒരുക്കിയതിൽ വളരെ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ പറയാം. അമ്മ അവിശ്വസ്തനാണെങ്കിൽ, അപ്പൻ അവിശ്വസ്തനാണെങ്കിൽ, സ്നേഹിതർ അവിശ്വസ്തനാണെങ്കിൽ, എന്നെ വിളിച്ചവനും നിന്നെ വിളിച്ചവനും ഒരിക്കലും അവിശ്വസ്തനാകില്ല. हमारा माँ बाप, हमारे भाई बहन शायद सच्चा नहीं रहेगा, लेकिन हमें बुलाने वाला परमेश्वर सच्चा है। നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. मैं आप लोग से प्रार्थना करने जा रहा हूँ। പ്രിയമുള്ളവരെ, പറ, എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. बोलिए बोलिए, मुझे बुलाने वाला सच्चा है। 5 മിനിറ്റ് നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് क्या നിൽക്കാമെന്ന് 5 मिनट खड़ा हो सकते हैं? പ്ലീസ്. हालेलुया। എല്ലാ കണ്ണുകളും അടച്ചാൽ, എല്ലാ सारे आंखें बंद करें, सरों को झुकाएं, കണ്ണുകളും 1 മിനിറ്റ് അടച്ചാൽ. आंखों को बंद करें।